മക്കളെ സ്ഥിരമായിട്ട് A+കാരുടെ A+ നഷ്ടമാവുന്ന 1, 2, 3, 4 മാർക്കിനൊക്കെ അല്ലേ. അപ്പൊ ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ 1 മാർക്കിന് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയഗ്രാം എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ട് പോകേണ്ടതാണ്. സോ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവേ. നോക്കിക്കോ, വിച്ച് പാർട്ട് ഓഫ് ദി ഐ കണ്ടെയ്ൻസ് എ പിഗ്മെന്റ് മെലാനിൻ ആൻഡ് റെഗുലേറ്റ് ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ആണ്. അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് അല്ലെ, കണ്ണിലെ ഏത് ഭാഗമാണ് മെലാനിൻ പിഗ്മെന്റ് ഉൾക്കൊള്ളുന്നതും പ്യൂപ്പിളിന്റെ വലുപ്പം നിയന്ത്രിക്കുന്നതും ആരാണെന്നാണ് ചോദ്യം. പ്യൂപ്പിളിന്റെ വലുപ്പം നിയന്ത്രിക്കുന്നത് ആരാണ്? കോർണിയ, ഐറിസ്, ലെൻസ്, റെറ്റിന ഉണ്ട്. അപ്പം മെലാനിൻ ഉള്ളത് ആരിലാണ്? നമ്മുടെ ഐറിസിലാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സൗണ്ട് ട്രാൻസ്മിഷൻ ഇൻ ദ ഇയർ. കാതിൽ ശബ്ദം സഞ്ചരിക്കുന്ന ശരിയായ ക്രമം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ നമുക്ക് നോക്കിയാലോ. ടിംബാനം, ഓവൽ വിൻഡോ, ഇയർ ഓസിക്കിൾസ്, കോക്ലിയ. അല്ല, ടിംബാനം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ. ഇയർ ഓസിക്കിൾസ്, ടിംബാനം, ഓവൽ വിൻഡോ, ടിംബാനം, കോക്ലിയ. ഏതാ കറക്റ്റ് വരിക? ടിംബാനമാണ് നമ്മുടെ കർണപടം, അതിൽ നിന്നും ഇയർ ഓസിക്കിൾസിലേക്ക് പോകും മസ്തിഷ്കശൃംഖല, അവിടുന്ന് ഓവൽ വിൻഡോ, കോക്ലിയ ആണ് വരുന്നത്. സോ നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മാച്ച് ദ ഫോളോയിങ് പ്ലാന്റ് ഹോർമോൺസ് വിത്ത് ദെയർ ഫംഗ്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന സസ്യ ഹോർമോണുകളും അവയുടെ പ്രവർത്തനങ്ങളും ശരിയായി പൊരുത്തപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്തലീൻ ഉണ്ട്, ജിബറലിൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്. എത്തിലീൻ എന്തിനാ സഹായിക്കുന്നത്? ഫ്രൂട്ട് റൈപ്പനിങ് അല്ലേ, ഫലം പഴുക്കലിന് വേണ്ടിയിട്ടാണ്. സൈറ്റോകൈനിൻ സെൽ ഡിവിഷന് വേണ്ടിയിട്ടാണ്, കോശവിഭജനം. ജിബറലിനോ ബ്രേക്കിംഗ് സീഡ് ഡോർമൻസി, വിത്തിന്റെ സുപ്താവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം P2 ആണ്, Q3 ആണ്, R1. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ. ഈസി ബീസി. അപ്പൊ ഇതുപോലത്തെ ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പൊ അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. റോഡ്സെൽ റൊഡോപ്സിൻ ആണെങ്കിൽ കോൺസെൽ ഏതാണ്? ഫോർടോപ്സിൻ. കോൺസെൽ ഏതാണ്? ഫോർടോപ്സിൻ ആണ്. കോൺസെൽ, ഫോർടോപ്സിൻ. ഓക്കെ, അപ്പൊ റൊഡോപ്സിനും ഫോർടോപ്സിനുമാണ് വരുന്നത്. പിഗ്മെന്റിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. അടുത്തത് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഐ ഡിഫക്ട് ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ കണ്ണിന്റെ ചിത്രീകരണം നിരീക്ഷിച്ച് കാണിക്കുന്ന ഈ ഒരു ഒബ്സർവ് ദ ഐ ഡിഫക്ട് അല്ലെ, കണ്ണിന് വരുന്ന നേത്ര വൈകല്യമാണ്. നേത്ര വൈകല്യം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാ നേത്ര വൈകല്യം? മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ ആൻഡ് അസ്റ്റിഗ്മാറ്റിസം. ഐഡന്റിഫൈ ദ ഐ ഡിഫക്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചിത്രമാണിത് അല്ലെ. അപ്പൊ ഏതാണ് ഇവിടെ ലെൻസ് യൂസ് ചെയ്ത് നോക്കിയേ? നമ്മുടെ കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഡിസീസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡിഫക്റ്റ് ആണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കുറേ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ഇയർ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി. വിച്ച് സ്പെസിഫിക് പാർട്ട് ഓഫ് ഇന്റേണൽ ഇയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബോഡി ബാലൻസ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ചെവി സഹായിക്കുന്നു. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഉത്തരവാദി ആന്തരിക ചെവിയുടെ ഏത് പ്രത്യേക ഭാഗമാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. വെസ്റ്റിബ്യൂൾ ഉണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്, സെമി സർക്കുലർ കനാൽ ഉണ്ട്, ബോത്ത് A and C ഉണ്ട്. അപ്പൊ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിർത്താൻ ചെവിയെ സഹായിക്കുന്നതും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഉത്തരവാദി ആന്തരിക ചെവിയുടെ ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്ന ഇന്നർ ഇയറിൽ ആരാണ്? നമ്മുടെ സെമി സർക്കുലർ കനാലുകളാണ്. അതുകൂടാതെയോ വെസ്റ്റിബ്യൂളും ഉണ്ട്. വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും ഉണ്ട്. സോ നമുക്ക് ഏത് ഓപ്ഷനിലേക്ക് പോകാം? എയും സിയും ആണെന്ന് പറയാം അല്ലെ. എയും സിയുമാണ്. ഐഡന്റിഫൈ ദ സെൻസറി റിസപ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. വേദനയും താപനിലയുടെ മാറ്റങ്ങളും തിരിച്ചറിയുന്ന ഉത്തരവാദികളായ സെൻസറി റിസപ്റ്ററുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. മെയ്സ്നർ കോർപ്പസിലുണ്ട്, പാക്സീനിയൻ കോർപ്പസിലുണ്ട്, ഇൻഡിപെൻഡന്റ് നെർവ് എൻഡിങ്സ് ഉണ്ട്, ക്രൂസ് ആൻഡ് ബൾബ് ഉണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വേദനയും താപനിലയും അറിയാൻ വേണ്ടിയിട്ട് ഏതാണെന്നാണ്. വേദനയും താപനിലയും ചോദിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് ഇതിൽ വരുന്നത്. വേദന തനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? ഇൻഡിപെൻഡന്റ് നെർവ് എൻഡിങ്സ് ആണ് വരുന്നത് അല്ലെ. ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര നാഡിയുടെ അഗ്രഭാഗങ്ങളാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വിച്ച് ഹോർമോൺ മെയിൻറ്റെയിൻസ് വാട്ടർ ബാലൻസ് ബൈ റെഡ്യൂസിങ് യൂറിൻ പ്രൊഡക്ഷൻ. മൂത്രോത്പാദനം കുറിക്കുന്നതിനോട് ജലസന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. ഏതാ? നമ്മുടെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ഹോർമോൺ അല്ലെ. വാസോപ്രസിൻ ആണ്. മാച്ച് കോളം 1 വിത്ത് കോളം 2 ആണ്. പ്ലാന്റ് ഹോർമോൺ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻസ് ആണ് ചോദിക്കുന്നത്. ഓക്സിൻ, സൈറ്റോകൈനിൻ, എത്തലീൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. അപ്പൊ വീണ്ടും ഹോർമോൺസ് തന്നെയാണ്. അപ്പൊ ഓക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? സൈറ്റോകൈൻ, എത്തലീൻ. എത്തലീൻ ഫ്രൂട്ട് റൈപ്പനിങ് ആണ്. സൈറ്റോകൈനിൻ സെൽ ഇലോങ്ങേഷൻ,
ഓക്സിൻ ഡിലേയിങ് ദ ഏജിങ് ഓഫ് ദ ലീവ്സ് അല്ലെ. ഓരോ ഹോർമോൺ ഫംഗ്ഷൻ. അപ്പൊ എത്തിലീൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൈറ്റോകൈൻ ഏതാ വരിക? ഡിലേയിങ് ഏജിങ് ഓഫ് ലീവ്സ് ആണ്. ഓക്സിൻ ആണ് സെൽ ഇലോങ്ങേഷൻ വരിക. സോ ഇവിടെ 3 വരും, 2 1 വരും, 1 2 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തതിലേക്ക് പോകാവേ നമുക്ക്. വിച്ച് ഗ്ലാൻഡ് ഇസ് നോൺ എസ് ബയോളജിക്കൽ ക്ലോക്ക്? നമ്മൾ പലതരത്തിലുള്ള ഗ്ലാൻഡ്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും പഠിക്കുന്നുണ്ട്. അപ്പൊ തൈമസ്, പൈനിയർ ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ്, ഹൈപ്പോതലാമസ് അല്ലെ. ഇതാണ് ഓപ്ഷൻസ് തന്നെയുള്ളത്. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ഏതാ? നമുക്ക് രാവിലെയും എണീക്കാനും രാത്രി കറക്റ്റ് ഉറങ്ങാനും നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? യെസ്, നമ്മുടെ ഏത് ഗ്ലാൻഡ് ആണ്? പൈനിയർ ഗ്ലാൻഡ് അല്ലെ. പൈനിയർ ഗ്ലാൻഡ് ആണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പൈനിയർ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, മെലറ്റോണിൻ അനുസരിച്ചാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ നടക്കുന്നത്. ഓക്സിൻസ് അക്യുമുലേറ്റ് ഓൺ ദ ഷെയ്ഡഡ് സൈഡ് ഓഫ് പ്ലാന്റ് സ്റ്റെം. സെൽസ് ഇലോങ്ങേറ്റ് മോർ ഓൺ ദ ഷെയ്ഡഡ് സൈഡ്. നെയിം ദ ഫിനോമിനൻ. ഒരു സസ്യത്തിന്റെ തണ്ടിന്റെ തണലുള്ള ഭാഗത്ത് ഓക്സിജനുകൾ അടിഞ്ഞുകൂടുന്നു. തണലുള്ള ഭാഗത്ത് കോശങ്ങൾ കൂടുതൽ നീളുന്നു. പ്രതിഭാസത്തിന് പേര് നൽകാനാണ്. ജിയോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, ഫോട്ടോപിരിയോഡിസം, നൺ ഓഫ് ദി അബോവ്. പ്രകാശത്തിനനുസരിച്ച് സ്റ്റെം എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് ഫോട്ടോട്രോപ്പിസം ആണ്. ഫോട്ടോട്രോപ്പിസം. A boy suddenly touches a hot vessel, withdraw his hand, identify the receptor involved. ഒരു ആൺകുട്ടി പെട്ടെന്ന് തന്നെ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊട്ട് കൈ പിൻവലിക്കുന്നു. അപ്പൊ ഇവിടെ എന്തിന്റെ ഉദ്ദേശിക്കുന്നത്? റിസപ്റ്ററുകളെ തിരിച്ചറിയാനാണ്. ഫോട്ടോ റിസപ്റ്റർ, കീമോ റിസപ്റ്റർ, നോസി റിസപ്റ്റേഴ്സ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ നമുക്കറിയാം നോസി റിസപ്റ്ററുകളും ഓൾഫാക്ടറി റിസപ്റ്റർ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ് സ്റ്റിമുലേറ്റ് ആയിട്ട് വരുന്നത്. ഓൾഫാക്ടറി സ്മെല്ലാണ്. കീമോ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, രാസഗ്രാഹികളാണ്. അപ്പൊ ഏതാ ഇവിടെ വരിക? നോസി റിസപ്റ്റേഴ്സ് ആണ് പെയിൻ, അതുപോലെ ഈ പറയുന്ന വേദന ഒക്കെ വരുമ്പോൾ അറിയിപ്പിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Ants move in a straight line. Which chemical substance facilitate this communication? നമ്മൾ ഹോർമോൺ ചാപ്റ്ററിൽ കാണുന്നതാണ്. ഉറുമ്പുകൾ നേർനിരയിൽ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. ഈ ആശയവിനിമയം സാധ്യമാക്കുന്നത് ഏതൊരു രാസവസ്തുവാണെന്നാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഹണി ബീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സിഗ്നലിംഗ് ചെയ്യുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ഫെറമോൺ ആണ്. അപ്പൊ ഓർത്ത് വെച്ചോളൂ, ഫിറമോൺ. അടുത്തത് ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഏതാ ഡിസീസ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു RBC ബൈക്കോൺകേവ് ഷേപ്പ് എന്നുള്ളത് സിക്കിൾ ഷേപ്പായി മാറുന്നതാണ്. ഏതാണ് ഡിസീസ്? രോഗാവസ്ഥ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രോഗാവസ്ഥ ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. റെഡി? സിക്കിൾ സെൽ അനീമിയ. ഇനി കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ സ്യൂട്ടബിളി. ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി ആണ്. ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് B പോസിറ്റീവ് ആണ്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് അറിയുന്നവർക്ക് മീൻസ് പറഞ്ഞു തരാം. തന്നിട്ടുള്ളത് എന്താ? ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണെന്ന് പറയും. B പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആന്റിജൻ ഏതാ? ഒന്നെങ്കിൽ B ആന്റിജൻ ഉണ്ട്, കൂടാതെ പോസിറ്റീവിന്റെ D ആന്റിജൻ അല്ലെങ്കിൽ RH ഫാക്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റിബോഡി ഏതാ വരിക? സ്മോൾ ലെറ്റർ A ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതുപോലെ വേണം ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാക്കി പഠിക്കാനായിട്ടോ, മറന്നുപോലെ. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയേഴ്സ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നവയിൽ ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യുക്വിൽറ്റിൻ പെപ്പർ ആണെന്ത് തന്നിട്ട്? വിൽ ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന വൈറസ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ബാക്ടീരിയ. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്നാ നോക്കേണ്ടത്? നമുക്ക് നോക്കാം. ക്യുക്വിൽറ്റിൻ പെപ്പർ ഫംഗസ് തന്നിട്ടുണ്ട്, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ വൈറസ് തന്നിട്ടുണ്ട്, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന വൈറസ് അതായത് വാഴയിലെ കുറുനാമ്പ് രോഗം, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കുളമ്പ് രോഗം തന്നിട്ടുള്ളത്. പ്ലാന്റ് ഡിസീസും തന്നിട്ടുണ്ട്, ആനിമൽ ഡിസീസും തന്നിട്ടുണ്ട്. ക്വിക്വിൽറ്റിൻ പെപ്പർ എന്ന് പറയുന്നത് ഫംഗസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഫംഗസ് തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ക്വിക്വിൽറ്റിൻ, കുരുമുളകിന്റെ ദ്രുതവാട്ടം എന്ന് പറയുന്നത് ഏതാണ്? ഫംഗസ് ഡിസീസ് ആണ്. രണ്ടാമത്തെ നോക്കിക്കേ, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ. വിൽറ്റ് ഡിസീസ് ബ്രിഞ്ചാൽ വൈറസ് ആണോ? അല്ല. വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൽ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബാക്ടീരിയ ആണ്. ബാക്ടീരിയ. പഞ്ചി ടോപ്പ് ഓഫ് ബനാനയോ? അതും വൈറസ് തന്നെയാണ് അല്ലെ. വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ് രോഗം തന്നെയാണ്. പിന്നെ നോക്കുന്നത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ആണ്. അത് വൈറസ് ആണോ? അല്ല, അതും വൈറസ് അല്ല. ഫുട്ട് ആൻഡ് മൗത്ത് കുളമ്പ് രോഗം എന്ന് പറയുന്നത് എന്താണ്? എന്ത് രോഗമാണ്? ബാക്ടീരിയ ആണോ വൈറസ് ആണോ അതുപോലെ തന്നെ ഫംഗസ് ആണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ദെൻ ഫോർ ദ സ്റ്റുഡൻസ് ഐഡന്റിഫൈ ദ പാർട്ട് ABC ഇൻ ദ ഗിവൻ ഫിഗർ വിച്ച് എമംഗ് ദം ഇസ് കറക്റ്റ് എന്നാണ്. എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. എ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്. ബി എന്ന് പറയുന്നതോ ശ്വാൻ സെൽ ആണ്, ശ്വാൻ കോശമാണ്. ഈ സി എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബാണ്. അപ്പൊ ഏതാ കറക്റ്റ് നോക്കിയേ? ഡെൻഡ്രൈറ്റ്, ശ്വാൻ സെൽ, സിനാപ്റ്റിക് നോബ് അല്ലെ. ഡെൻഡ്രൈറ്റ്, ശ്വാൻ സെൽ, സിനാപ്റ്റിക് നോബ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ
3 തേർഡ് വണ്ണാണ് ആൻസർ. കുട്ടി 3 പറഞ്ഞ ആളാണെന്ത് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. ഇനി ഒബ്സർവ് ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഡിസീസ് എന്നാണ് വീണ്ടും ചോദ്യം വന്നിട്ടുള്ളത്. ഫൈലേറിയൽ വേം അല്ലെങ്കിൽ ഫൈലേറിയൽ വിര ക്യൂലക്സ് മോസ്കിറ്റോ ആണ് ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത്. മലേറിയ ഉണ്ടാക്കുന്നത് ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം. ആൻഡ് ഏതാ മൊസ്കിറ്റോ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അനോഫിലസ് പെൺ കൊതുകാണ്. റെഡിയല്ലേ? സെറ്റ് ആണ്. അടുത്ത നോക്കിക്കേ, അനലൈസ് ദ സിറ്റുവേഷൻ. എ ചൈൽഡ് ഷോ എക്സസീവ് തേഴ്സ്റ്റ്, ഫ്രീക്വന്റ് യൂറിനേഷൻ, ഫാറ്റിക്, ഐഡന്റിഫൈ ദ കണ്ടീഷൻ. ഒരു കുട്ടിക്ക് അമിത ദാഹം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നു. അവസ്ഥ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ചൈൽഡ് ഷോസ് എക്സസീവ് തേഴ്സ്റ്റ്, ഫ്രീക്വന്റ് ഏതാണ്? അക്രോമെഗാലി, ഡയബറ്റിസ് മെലിറ്റസ്, അനീമിയ, നൺ ഓഫ് ദി അബവ്. ഫ്രീക്വന്റ് യൂറിനേഷൻ ഒക്കെ വരുന്ന ഏതാണ്? ഫാറ്റിക് അല്ലെ. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നത്, ക്ഷീണം എന്നിവ, കുട്ടിക്ക് അമിതമായി ദാഹം വരുന്നത്, ഇതിൽ ഏതാ വരുന്നത്? ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹമാണ്. വിച്ച് ഗ്ലാൻഡ് സെക്രറ്റ് മെലറ്റോണിൻ? നമ്മൾ പറഞ്ഞിരുന്നു പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥിയാണ്. അപ്പം 1 മാർക്കിന്റെ തന്നെയുള്ള A+ നഷ്ടമാകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ നോക്കണം. മയോപ്പിയ, പ്രസ്ബയോപ്പിയ, അതിന്റെ ഡയഗ്രാംസ് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യുന്നു, ഏത് ലെൻസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളും ABCയിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നതാണ്. സോ A+ നഷ്ടമാക്കുന്ന ചില ചോദ്യങ്ങളാണ് മിസ് തന്നിട്ടുള്ളത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. So wish you all the very best. Bye bye.